നിന്നിലേക്ക് ഭാഗം 49. അപ്പാ, ബെഡിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന മാത്യൂസിനെ നോക്കിക്കൊണ്ട് മൈക്കിൾ വിളിച്ചു. അവനൊപ്പം തന്നെ അവൻ്റെ സഹായികളും വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു. അയാൾ നീരുകൊണ്ട് വീർത്ത കണ്ണുകൾ പതിയെ തുറന്ന് മൈക്കിളിനെ നോക്കി. അടിവയറ്റിൽ നിന്നും സഹിക്കാൻ കഴിയാത്തമാം വിധം ഒരു വേദന മുകളിലേക്ക് ഉയർന്നതും അയാൾ കണ്ണുകൾ ഇറുകി അടച്ചു. അയാൾ അനുഭവിക്കുന്ന വേദന എടുത്തു കാണിക്കുന്നത് പോലെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടിവയറ്റിൽ കിട്ടിയ ശക്തമായ ചവിട്ടിൽ അവിടമാകെ നീര് വെച്ച് വീർത്തിരുന്നു. ഇനിയൊരു ഉപയോഗവും അതുകൊണ്ടില്ല എന്ന് ഭാര്യ അയാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞത് മാത്യൂസ് ഓർത്തു. ആ ഭാഗം ഒന്നാകെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള വേദന തോന്നിയെങ്കിലും ശിവയോടുള്ള പകയാൽ അയാൾ അതിനെയും സഹിച്ചു പിടിക്കാൻ ശ്രമിച്ചു. ഇട്ടിരിക്കുന്ന യൂറിൻ ട്യൂബ് അയാളിൽ പുകച്ചിൽ നിറച്ചെങ്കിലും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾ നിസ്സഹായനായിരുന്നു. വേദനയുണ്ടോ അപ്പാ? മാത്യൂസിൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ട് മൈക്കിൾ ചോദിച്ചു. അവനെ അവനെ വെറുതെ വിടരുത്. കൊല്ലണം. ഞാൻ ഈ അനുഭവിക്കുന്നതിലും കൂടുതൽ വേദന അനുഭവിച്ച് അവൻ മരിക്കണം. മാത്യൂസ് എണ്ണിപ്പെറുക്കിയ വാക്കുകളാൽ കൂട്ടിച്ചേർത്തു. മൈക്കിൾ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാൻ അവന്മാരുള്ള ധൈര്യത്തിലപ്പാ ആ ഗിരീഷിനെ അവിടെ ആക്കി പോയത്. ശിവരാത്രിയിൽ അങ്ങോട്ട് വരുന്ന വിവരം കിട്ടിയിരുന്നു. അവനെ കയ്യിൽ കിട്ടിയ കൊന്നേക്കാൻ അവന്മാരെ ഏൽപ്പിച്ചതാണ്. പക്ഷേ അപ്പൻ അവിടെ ഉണ്ടാവുന്ന ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു അങ്ങോട്ട് പോവാൻ? അവൻ അയാളെ ദേഷ്യത്തോടെ നോക്കി. നീ എന്നെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നോ? ആ ഒരു അവസ്ഥയിലും അയാൾ അവന് നേരെ ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ ചോദ്യം ചെയ്തതല്ല. അപ്പൻ ആ പെണ്ണിനെയും കൂട്ടി നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കോ മറ്റോ പോയിക്കൂടായിരുന്നോ? അത് ചെയ്തില്ല. നേരെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇവന്മാരോടും അപ്പൻ അവിടെ ഉള്ള കാര്യം എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ ആവശ്യം അപ്പന്? അവൻ പല്ല് കടിച്ചു. മാത്യൂസ് ദയനീയമായി അവനെ നോക്കി. മൈക്കിൾ ഒന്ന് നിശ്വസിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ അവന്മാരുള്ള ധൈര്യത്തിൽ ഗിരീഷിനെ അവിടെ ആക്കിപ്പോയതുപോലെ അവന്മാരുള്ള ധൈര്യത്തിൽ അപ്പനും അവിടെ കൂടി. പക്ഷേ ആ പന്നകളെയൊക്കെ നമ്മൾ വെറുതെ തിന്നാൻ കൊടുത്ത് പോറ്റു അപ്പാ. ഒറ്റെണ്ണത്തിന് ആ ശിവയും ടീമിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഛേ! അവൻ ടേബിളിൽ കൈകൊണ്ടിടിച്ചു. അവനങ്ങനെ അവന്മാരുടെ കൈകൊണ്ടല്ലല്ലോ കൊല്ലേണ്ടത് മൈക്കിളെ. അവനെ കൊല്ലാനുള്ള അവകാശം എനിക്കുള്ളതല്ലേ? പെട്ടെന്ന് മൈക്കിളിൻ്റെ പുറകിൽ നിന്നും ഗൗരവത്തോടെയുള്ള സ്വരത്തിൽ ഒരാൾ പറഞ്ഞു. മൈക്കിൾ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. മാത്യൂസ് അയാളെ സംശയത്തോടെ നോക്കി. അപ്പന് മനസ്സിലായ ആളെ? ഇവനെ തെരഞ്ഞാ ഞാൻ തിരുവനന്തപുരം വരെ പോയത്. ഇതാണ് കിരൺ. മൈക്കിൾ ചിരിയോടെ പറഞ്ഞു. മാത്യൂസിൻ്റെ കണ്ണുകൾ ആ വേദനയ്ക്കിടയിലും ഒന്ന് തിളങ്ങി. അത് മനസ്സിലായ പോലെ മൈക്കിൾ ഒന്ന് ചിരിച്ചു. എല്ലാം അപ്പൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും അപ്പാ. പക്ഷേ അതിനു മുന്നേ അവനെ ആ മിത്രയും തമ്മിൽ പിരിക്കണം. എങ്കിലും മാത്രമേ മുന്നോട്ടുള്ള നമ്മുടെ ജോലി എളുപ്പാവൂ. മൈക്കിൾ ചിരിച്ചു. മാത്യൂസ് ശരിയെന്ന പോലെ കണ്ണുകൾ ചിമ്മി തുറന്നു. പിന്നെ അപ്പാ, അവനുണ്ടല്ലോ ശിവയുടെ കൂടെ നിന്ന് അവനെ ചതിക്കുന്നവൻ. അവനെ വല്ലാതെ അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവനെ കൂടെ നിന്ന് ചതിക്കുന്നവൻ നാളെ നമ്മളെ ചതിച്ചാലോ? പിന്നെ അവന് ശിവയുടെ പെണ്ണിനോട് എനിക്കുള്ളതുപോലൊരു മോഹമുള്ളതാ ആകെ പ്രതീക്ഷ. അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങ് പരലോകത്തേക്ക് അയച്ചേക്കാം, അല്ലേ അപ്പാ? മൈക്കിൾ ചിരിയോടെ പറഞ്ഞു. മാത്യൂസും അതേ എന്ന പോലെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒപ്പം അയാളുടെ ഉള്ളിലേക്ക് മിത്രയുടെ അഴകുള്ള ശരീരം കടന്നു വന്നതും അടിവയറിന് താഴെ ഒന്ന് തുടിച്ചു. പക്ഷേ അടിവയറ്റിൽ അതേസമയം അനുഭവപ്പെട്ട വേദനയിൽ അയാൾ കരഞ്ഞുപോയിരുന്നു. അപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന കിരണിൻ്റെ കണ്ണുകളിൽ ശിവയെ കൊല്ലാനുള്ള പകയായിരുന്നു. രാത്രിയിൽ ഏറെ വൈകിയാണ് ശിവ വീട്ടിലേക്ക് കയറി വന്നത്. സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കുകയായിരുന്ന മിത്ര ശിവയെ കണ്ടതും പെട്ടെന്ന് തിണ്ണയിൽ നിന്നും ചാടിയിറങ്ങി അവൻ്റെ അടുത്തേക്ക് നടക്കാനൊരുങ്ങി. പക്ഷേ അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് അവളുടെ മുന്നോട്ട് വെച്ച കാലുകൾ അവിടെ തന്നെ ഉറച്ചുപോയി. അവൻ പെട്ടെന്ന് പാഞ്ഞു വന്ന് അവളുടെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു. എന്താ തെത്തേട്ടാ? അവൾ പേടിയോടെ ചോദിച്ചു. നീ ആരോട് ചോദിച്ചിട്ടാടി പുല്ലേ ഈ രാത്രി പുറത്ത് വന്നിരിക്കുന്നേ? അവൻ ഒരലർച്ചയോടെ അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു. അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ മിത്ര ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ദത്തേട്ടാ, അവൾ വിറയലോടെ വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞു വരുന്നു. അവളുടെ ഒരു ദത്തേട്ടൻ! നാവൊതുക്കി മിണ്ടാതിരുന്നോ നീ? അല്ലെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങൾക്ക് നടുക്ക എൻ്റെ ജീവിതം. അതിനിടയിൽ അവളുടെ ഈ ഭ്രാന്ത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി രാത്രി പുറത്തിറങ്ങിയിരിക്കരുതെന്ന്?
അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ഉണ്ട് എന്ന പോലെ തലയാട്ടി. കണ്ണുകൾ നിറഞ്ഞതും അവൾ പെട്ടെന്ന് തല താഴ്ത്തിപ്പിടിച്ചു. എന്തെങ്കിലും പറയുമ്പോഴേക്ക് നീ ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ ശ്രീമിത്ര. മേലാൽ രാത്രിയിൽ പുറത്തിറങ്ങിയിരിക്കരുത്. ചുറ്റും ശത്രുക്കളാ. എന്നോടുള്ള ദേഷ്യം ചിലപ്പോൾ നിന്നെ വല്ലതും ചെയ്താവും അവന്മാർ തീർക്കുക, അവൻ പറഞ്ഞു. മിത്ര മറുപടി പറഞ്ഞില്ല. അവൻ തന്നെ ശ്രീമിത്ര എന്ന് വിളിച്ചത് കേട്ട് അവൾ സങ്കടത്തോടെ അവനെ നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. എന്തിനാ എന്നോട് ദേഷ്യം? എപ്പോഴും എന്നെ കണ്ടുകൂടല്ലോ ദത്തേട്ടന്. അതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ദത്തേട്ടൻ എന്നെ വൈകുന്നേരം ഇവിടെ ആക്കിയിട്ട് പോയതല്ലേ. ഇത്രയും നേരമായിട്ട് കാണാത്തോണ്ടാ ഞാൻ. അവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പേടിച്ചുപോയി. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ എന്നെന്തിന് ഇത്രയും നേരം ഇങ്ങനെ ഒറ്റയ്ക്കാക്കുന്നേ? എനിക്ക് ദത്തേട്ടനെ കാണാഞ്ഞിട്ട് പേടിയായി, അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കൂ എന്നോട്. ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക ഞാൻ. ഇനി നിന്റെ കൊഞ്ചലുകൂടി കാണാൻ വയ്യ എനിക്ക്. അവൻ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൻ്റെ ഈ ദേഷ്യത്തിൻ്റെ യഥാർത്ഥ കാരണം അറിയില്ലെങ്കിലും ഇന്ന് ഭദ്ര പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവൻ അവളോട് പരിഭവമുണ്ടെന്ന് അവൾക്ക് തോന്നി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി അവൾ അകത്തേക്ക് കയറി ഡോറടച്ചു. ശിവ നേരെ റൂമിലേക്കാണ് പോയത്. അവൾ അകത്തേക്ക് കയറി ബുക്സ് എല്ലാം എടുത്ത് ബാഗിൽ വെച്ചു. കഴിക്കുന്നില്ലേ? അവൾ അടഞ്ഞുപോയ ശബ്ദത്തിൽ അവനോട് ചോദിച്ചു. അവൻ ബെഡിലിരുന്നു കൊണ്ട് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. എനിക്ക് വിശപ്പില്ല, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കാതെ തലയാട്ടിക്കൊണ്ട് ഡോർ അടയ്ക്കാനായി തിരിഞ്ഞു. നീ കഴിക്കുന്നില്ലേ? അവൾ ഡോർ അടയ്ക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. എനിക്കും വിശപ്പില്ല, അവൾ പതിയെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പോയി കഴിക്കാൻ നോക്ക്. അവൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി. എനിക്ക് വേണ്ടാത്തോണ്ടാ, അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ശിവയൊന്ന് നിശ്വസിച്ചു. വേണ്ടെങ്കിൽ കഴിക്കണ്ട, അവൻ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്കും പോയി. പക്ഷേ ബെഡിൽ കിടക്കുന്ന ശിവയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. മൈക്കിളിനൊപ്പം കാശി കണ്ടെന്ന് പറഞ്ഞ ആള് ആരാണെന്ന് അന്വേഷിക്കാൻ അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് താൻ തന്നെ അവനെ നേരിട്ട് കണ്ടു. കിരൺ. അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. മൈക്കിളും അവനും കൂടി ബാറിന്ന് ഇറങ്ങി വരുന്ന സമയമായിരുന്നു അത്. എന്തിനായിരിക്കും അവൻ്റെ ഇങ്ങോട്ടുള്ള വരവെന്ന് ഓർക്കും തോറും ശിവയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. തൻ്റെ ജീവിതത്തിൽ എന്തോ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. അതിൽ തൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ സ്ത്രീയെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും. ഓർക്കും തോറും ശിവയ്ക്കാകെ വല്ലായ്മ തോന്നി. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന മിത്രയെ കണ്ട് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൾ അവനെ നോക്കാതെ ബെഡിലേക്ക് കിടക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവൻ്റെ മടിയിലേക്കിട്ടു. മിത്ര അവനെ പേടിയോടെ നോക്കി. അവളുടെ മുഖത്തെ പേടി കണ്ട് അവൻ്റെ നെഞ്ചു വെങ്ങി. അവൻ പതിയെ അവളുടെ കവിളിൽ ഒന്ന് തഴുകി. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതിയെ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. മിത്ര വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി. ഒട്ടൊരു നേരം ആ വിതുമ്പുന്ന ചുണ്ടിലേക്ക് അവൻ നോക്കിയിരുന്നു. അടുത്ത നിമിഷം അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ട് ഇറുകെ പുണർന്നിരുന്നു. മിത്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അവൻ്റെ അനിയന്ത്രിതമായി മിടിക്കുന്ന നെഞ്ചിടിപ്പ് കേട്ട് അവൾക്കുള്ളിലും കാരണമറിയാതെ ഒരു പേടി നിറഞ്ഞു. ശ്രീ, അവൻ ആർദ്രമായി അവളെ വിളിച്ചു. മിത്ര വിളി കേട്ടില്ല. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ മുഖമാകെ ചുവന്നിരുന്നു. സങ്കടം ഇനിയും തീർന്നിട്ടില്ലാത്തതുപോലെ അവളുടെ ചുണ്ടുകൾ അപ്പോഴും വിതുമ്പുന്നുണ്ട്. സോറി, അവൻ സങ്കടത്തോടെ പറഞ്ഞു. അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പക്ഷേ അവളുടെ നോട്ടം അവൻ്റെ മുഖത്താണ്. എന്താ പൊന്നെ മിണ്ടാത്തെ? ദേഷ്യം എന്നോട്? സോറി ശ്രീ, അത് ഞാൻ വേറെ കുറേ ടെൻഷനിലായിരുന്നു. അതും ആലോചിച്ച് വന്നപ്പോൾ നീ പുറത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ ഇല്ലാത്തപ്പോൾ അവിടെ ഇരിക്കരുതെന്ന്. അതുകൊണ്ട് ദേഷ്യപ്പെട്ടതാ ഞാൻ, അവൻ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ തലമുടി ഒതുക്കി വെച്ചു കൊടുത്തു. അവൾ തല കുലുക്കി. സംസാരിക്കടാ എന്നോട്. അവളുടെ മൗനം കണ്ട് അവൻ വേദനയോടെ പറഞ്ഞു. സാരില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, ഉറക്കം വരുന്നു, അവൾ ഇടർന്ന സ്വരത്തിൽ പറഞ്ഞു. ശിവ അവളെ സങ്കടത്തോടെ നോക്കി. എന്നോട് വെറുപ്പാണോ ശ്രീ? അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, എന്നോട് എല്ലാവർക്കും വെറുപ്പ്. ഞാൻ എല്ലാവർക്കും ഒരു ശല്യ.
ദത്തേട്ടനും, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ശിവയുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ അങ്ങനെ പറയല്ലേ ശ്രീ. എനിക്ക് എനിക്ക് നീ എങ്ങനെ ഒരു ശല്യാവുന്നേ? അവൻ വിങ്ങലോടെ ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഞാൻ ദത്തേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ദത്തേട്ടന് ഒരു സമാധാനം കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ. ഞാൻ ഞാൻ കാരണമല്ലേ എൻ്റെ ചെറിയച്ചന്മാരിപ്പോൾ ദത്തേട്ടൻ്റെ ശത്രുക്കളായത്. എല്ലാത്തിനും കാരണം ഞാനാ. ഞാൻ ഞാൻ ദത്തേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഞാൻ വരരുതായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ശിവ അവളുടെ ഉണ്ട കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്നെ മടുത്തോ നിനക്ക്? എങ്കിൽ ഇട്ടിട്ട് പൊടി. അവൻ പല്ല് കടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഞാൻ ഞാൻ അതാണോ പറഞ്ഞേ? അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. നീ എന്തു പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് പറയാലോ അല്ലേ? എന്നാ കേട്ടോ, ഈ ശിവദത്തൻ ജീവിതം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് നിന്നെ കണ്ടപ്പോൾ മുതലാ. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, പ്രണയിക്കാൻ പഠിപ്പിച്ചത് എല്ലാം നീയാ. എന്നിട്ടിപ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചാണ്ടല്ലോ, കൊന്നു തള്ളു ഞാൻ നിന്നെ. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രയുടെ കണ്ണുകൾ വേദന കൊണ്ട് ചുരുങ്ങിപ്പോയി. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളിൽ നിന്നും പിടിവിട്ടു. ഞാനെൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ദത്തേട്ടനോട് ചെറിയച്ചന്മാരുടെ കാര്യമെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയച്ചന്മാർ, അവരെ പേടിയായിരുന്നു എനിക്ക്. ദത്തേട്ടന് അവരെന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതി. തനിച്ചായി പോയി ദത്തേട്ട ഞാൻ, ആരുമില്ലാതെ. അച്ഛയ്ക്കും വയ്യായിരുന്നല്ലോ. എൻ്റെ ദത്തേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം തോന്നും. പക്ഷേ ചെറിയച്ചന്മാരെ കുറിച്ച് ഓർത്ത് പേടി തോന്നും. എൻ്റെ സ്വന്തമായില്ലെങ്കിലും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു എനിക്ക്. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ശിവയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. സത്യങ്ങളെല്ലാം അറിഞ്ഞത് നീ എന്നെ നടിച്ചില്ലേ? അതിനുശേഷം പിന്നീട് എന്നൊരു നിഴലുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ നിനക്ക് കാവലായി നിന്റെ ജനലോരം പോലും ഞാനുണ്ടായിരുന്നു. അവൻ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു. മിത്ര അത്ഭുതത്തോടെ അവനെ നോക്കി. അതെൻ്റെ ദത്തേട്ടനായിരുന്നു ഈശ്വര. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ നിഴല് എൻ്റെ ദത്തേട്ടനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ തോന്നലാണെന്ന് കരുതി സങ്കടപ്പെടുമായിരുന്നു. മിത്ര മനസ്സിൽ ചിന്തിച്ചു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ താലി കഴുത്തിൽ വീണ ശേഷവും വീണ്ടും എന്തിനായിരുന്നു ഞാൻ അനാവശ്യ പേടി? അവന്മാരെന്നെ കൊല്ലുന്നു ഭയന്നിട്ടാണോ? അവൻ കണ്ണു ചുരുക്കി. അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ മുകളിൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ദത്തേട്ടൻ അവരെ വല്ലതും ചെയ്യില്ലെന്ന ഭയമായിരുന്നു എനിക്ക്. അങ്ങനെ ആയാൽ പിന്നെ കേസാവില്ലേ? പിന്നെ എനിക്കാരുള്ളേ? അവൾ ഇടർച്ചയോടെ ചോദിച്ചു. അവൻ്റെ ചുണ്ടിൽ ചിരി മിന്നി. അപ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവന്മാരെ ഞാൻ വെറുതെ വിട്ടുകാണെന്ന് നീ കരുതുന്നുണ്ടോ? ശിവ കുറുമ്പോടെ ചോദിച്ചു. മിത്രയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ദത്തേട്ടൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ നിമിഷം അവരുടെ ജീവന്റെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം എടുത്തു കാണുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പാ. ഗണേഷ് ചെറിച്ചനെ ഇങ്ങനെ ആക്കിയ ആളല്ലേ? അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ആഹാ, അതൊക്കെ അറിയോ? അവൻ മീശത്തുമ്പ് കടിച്ചുകൊണ്ട് ചോദിച്ചു. അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ദത്തേട്ടനെല്ലാം അറിഞ്ഞിരുന്നു എന്നറിഞ്ഞപ്പോൾ അതും ഉറപ്പായി. ഇപ്പം എല്ലാവരും ശത്രുക്കളായല്ലേ? അവൾ ചോദിച്ചു. അവനെ ഞാനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നോ? ശിവ ചോദിച്ചു. അനുഭവിക്കേണ്ടത് തന്നെയാ. അത്രയ്ക്ക് ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ ദത്തേട്ടന് എന്തെങ്കിലും സംഭവിക്കുന്ന പേടിയുണ്ട് എനിക്ക്. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവൻ മറുപടി പറഞ്ഞില്ല. അവൻ അവളുടെ വലത് കൈ പിടിച്ചു. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. അവൻ അവളുടെ കൈത്തണ്ടയിൽ പതിയെ തലോടി. അവൻ നേരത്തെ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചമർത്തിയതിൻ്റെ ഫലമായി അവളുടെ കൈ ചുവന്നിട്ടുണ്ട്. അവൻ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോറി ശ്രീ, പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറ്റിപ്പോയതാ, അവൻ പറഞ്ഞു. എന്നെ ശ്രീമിത്ര എന്ന് വിളിച്ചാൽ മതി. നേരത്തെ അങ്ങനെയല്ലേ വിളിച്ചത്? അവൻ പറഞ്ഞതിന് മറുപടി പറയാതെ അവൾ പറഞ്ഞത് അതാണ്. അവളുടെ പറച്ചിലിൽ ശിവയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ശിവയ്ക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ബെഡിനോരം ചേർന്ന് കിടന്നു. ശിവയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അവൻ അവൾക്ക് അടുത്തേക്ക് കിടന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. വിടെന്നെ. അവൾ അവൻ്റെ കൈയെടുത്തു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളിൽ മുറുകുകയാണ് ചെയ്തത്. അവൾ ദേഷ്യത്തോടെ കുതിർന്നത് നിർത്തി കണ്ണുകൾ അടച്ചു. എല്ലാത്തിനും കൂടി ഒരു വലിയ സോറി എൻ്റെ പൊന്ന. ഇനി അങ്ങനെ വിളിക്കില്ല കേട്ടോ.
നീ എൻ്റെ ശ്രീയല്ലേ? അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രയൊന്ന് വിറച്ചുപോയി. ശിവയുടെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. എന്തെങ്കിലും ഒന്ന് സംസാരിക്കൻ്റെ കുള്ളത്തി. അവൻ അവളുടെ കഴുത്തിൽ മീശ കൊണ്ട് ഇക്കിളിയാക്കി. എന്നോട് മിണ്ടണ്ട. ചിലപ്പോ ഞാൻ നിങ്ങളോട് കൊഞ്ചും. എന്നോട് കൊഞ്ചിക്കൊണ്ട് വരണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലേ? അവൾ ദേഷ്യത്തോടെ അടുത്ത പരിഭവം പറഞ്ഞു. ശിവയ്ക്ക് ചിരി വന്നു. ഈ പെണ്ണ് വായിന്ന് എന്തെങ്കിലും വീണ് കാത്തു നിൽക്കാണോ അതൊക്കെ ഓർത്ത് പരാതി പറയാൻ? അവൻ ചിരിയോടെ മനസ്സിലോർത്തുകൊണ്ട് അവളെ പിടിച്ച് മലർത്തി കിടത്തി. മിത്ര അവനെ ദേഷ്യത്തോടെ നോക്കി. സത്യത്തിൽ നീ എന്നോടെല്ലാം മറച്ചു വെച്ച് കള്ളം പറഞ്ഞതിന് ഞാനല്ലേ നിന്നോട് ദേഷ്യം കാണിക്കണ്ടേ? ഇതിപ്പോ നേരെ തിരിച്ചാണല്ലോ. അവൻ അവളുടെ കട്ടിച്ചുണ്ടുകളെ വിരലുകൾക്കിടയിലിട്ടൊന്ന് ഉടച്ചുകൊണ്ട് പറഞ്ഞു. മിത്ര അവൻ്റെ കൈ തട്ടി മാറ്റി. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ആരും അറിഞ്ഞു ദത്തേട്ടൻ എന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല എന്ന്? എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നാള് എന്നോട് കാണിച്ച ദേഷ്യത്തിന് പിന്നിലെ കാരണം ഞാൻ നിങ്ങളെ വേണ്ടാന്ന് വെച്ചത് മാത്രമല്ല, സത്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചതുകൊണ്ട് കൂടിയാണെന്ന് എനിക്കിപ്പോൾ അറിയാം. അവൾ കണ്ണുരുട്ടി. അവൻ അവളെ കുറുമ്പോടെ നോക്കി. എന്നെ വേദനിപ്പിച്ചതിന് ഒരു കുഞ്ഞു ശിക്ഷ, അവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോ ഞാൻ അനുഭവിച്ച വേദനകളോ? അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ വേദനകൾ പകുത്തെടുക്കാൻ ഞാനുണ്ടായിരുന്നു നിന്റെ കൂടെ, പക്ഷേ ഞാനായിരുന്നു തനിച്ച്. അവൻ ചിരിയോടെ പറയാനാണ് ശ്രമിച്ചതെങ്കിലും അവൻ്റെ കണ്ണൊന്ന് കലങ്ങി. മിത്ര അവനെ സങ്കടത്തോടെ നോക്കി. മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് അടുത്തുണ്ടായിരുന്നു, മിത്ര പതിയെ പറഞ്ഞു. ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ നെറുകയിൽ അമർത്തിമുത്തി. മിത്ര കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. പിണങ്ങല്ല ശ്രീ, സോറി. നീ എന്നോട് മിണ്ടാതിരുന്ന ദത്തേട്ടനത് സഹിക്കില്ലടാ. ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നും എനിക്ക്, അവൻ പറഞ്ഞു. മിണ്ടണോ? അവളിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. അവൻ വേണമെന്ന് തലയാട്ടി. എന്നാ എൻ്റെ കാലിൽ പിടിച്ച് സോറി പറ, അപ്പം മിണ്ടാ, അവൾ കുറുമ്പോടെ പറഞ്ഞു. ശിവ അവളെ മിഴിച്ചു നോക്കി. കാലിൽ പിടിക്കാനോ? ഞാനോ? ആ, നടന്നത് തന്നെ. അവൻ ചുണ്ടുകോട്ടി. വേണ്ട, പക്ഷേ മിണ്ടാൻ പറഞ്ഞ് എന്നോട് കൊഞ്ചിക്കൊണ്ട് വരണ്ട. അല്ല പിന്നെ എന്നോടെപ്പോഴും ദേഷ്യവും കാണിക്കും, പിന്നെ സ്നേഹം കാണിച്ച് വരികയും ചെയ്യും. ഇനി അത് നടക്കില്ല. മിണ്ടണമെങ്കിൽ കാലിൽ വീണ് മാപ്പ് പറ, അവൾ പുച്ഛിച്ചു. ഞാൻ ആരാണെന്ന് അറിയൂടി നിനക്ക്? പുറത്തൊക്കെ ഇറങ്ങിയെന്ന് അന്വേഷിക്ക് ശിവ ആരാണെന്ന്, അവൻ കലിപ്പായി. അതെന്തപ്പത്ര അറിയാൻ? എൻ്റെ കെട്ടിയോൻ ഒരു അസൽ റൗഡിയാന്ന് എനിക്കറിഞ്ഞൂടെ? പക്ഷേ ഇവിടെ നിങ്ങളെൻ്റെ ഭർത്താവ് മാത്ര, അവൾ ചുണ്ടുകോട്ടി. ഞാൻ ഒരുത്തിയുടെയും കാല് പിടിക്കില്ല, അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. റൗഡി ബേബി അവിടെ മിണ്ടാതെ കടന്നോ, ഞാനും വരുന്നില്ല മിണ്ടാൻ, അവൾ പുച്ഛിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു. അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ശിവ അവളുടെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ആ നിമിഷം വിരിഞ്ഞ കുറുമ്പ് അവളും കണ്ടിരുന്നില്ല. അതേ കുറുമ്പോടെ അവൻ അവളുടെ കാൽച്ചുവട്ടിലേക്കിരുന്ന് അവളുടെ ഇരുകാലുകളിലും പിടിച്ചു. മിത്ര ഞെട്ടലോടെ കണ്ണു തുറന്നു. തൻ്റെ കാലിൽ പിടിച്ച് തന്നെ നോക്കിയിരിക്കുന്ന ശിവയെ കണ്ട് അവൾ വെപ്രാളത്തോടെ കാല് വലിച്ചെടുക്കാൻ നോക്കി. അവൾ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു കാലിൽ പിടിക്കാൻ, പക്ഷേ അവനത് കാര്യത്തിലെടുത്ത് അവളുടെ കാലിൽ പിടിച്ചത് കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ദത്തേട്ടാ, എന്തായി കാണിക്കണേ? ഞാൻ വെറുതെ പറഞ്ഞതാ, അവൾ കാല് വലിച്ചെടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി, അവൻ അവളുടെ ഇരുകാലുകളിലും തൊട്ടുകൊണ്ട് പറഞ്ഞു. മിത്ര അവനെ വല്ലായ്മയോടെ നോക്കി. ഇനി മിണ്ടില്ലേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അപ്പോ പേര് കേട്ട റൗഡി ഒരുത്തിയുടെയും കാലിൽ വീഴാന്ന് പറഞ്ഞതോ? അവൾ ചോദിച്ചു. നീയല്ലേ? എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എനിക്കൊരു മടിയില്ല, അവൻ ചിരിയോടെ പറഞ്ഞു. ഇങ്ങോട്ട് വാ. അവൾ ചിരിയോടെ അവളുടെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് അവനെ വിളിച്ചു. ഇല്ല, അവൻ പറഞ്ഞു. അവൾ അവനെ പുരികം ചുളിച്ചു നോക്കി. അടുത്ത നിമിഷം അവൻ അവളുടെ രണ്ട് കാലുകളും അല്പം ഉയർത്തി അവളുടെ കാലിൽ അമർത്തി മുത്തി. മിത്ര വിറച്ചുപോയി. അവൻ അവളുടെ കാലിലെ വിരലുകൾ ഓരോന്നായി നുണയുന്നത് അവൾ അറിഞ്ഞു. അവൾ പുളഞ്ഞുപോയി. അവൻ വിരലുകൾ നുണയുമ്പോൾ അവളിൽ നിന്നും സീൽക്കാരത്തോടെയുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. അവളുടെ എല്ലാ വിരലുകളും നുണഞ്ഞ ശേഷം അവൻ പതിയെ അവളുടെ അരികിലായി കിടന്ന് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. മിത്ര വിറച്ചുപോയി. നിന്റെ ശിക്ഷ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ശിക്ഷ നിനക്കിഷ്ടപ്പെട്ടു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അത് നിന്റെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി,
അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ദത്തേട്ടാ. അവൾ ചിണുങ്ങി. എന്താടി ഉണ്ടക്കണ്ണി? അവൻ അവളുടെ ഡ്രസ്സ് ഉയർത്തി അവളുടെ നഗ്നമായ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. മിത്ര ഒരു ചിരിയോടെ അവനെ നോക്കി. അവൻ അവളുടെ വയറിലൂടെ വിരലോടിച്ചു. വേണ്ട ദത്തേട്ടാ, ഇക്കിളിയാവുന്നു. അവൾ പിടഞ്ഞു. ആണോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അവൾ തലയാട്ടി. എന്നാ എൻ്റെ പൊന്നിന് എവിടൊക്കെ ഇക്കിളിയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ വയറിൽ വിരലോടിച്ച് അവളെ ഇക്കിളിയാക്കി. മിത്രയുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു. അവളുടെ ചിരിയിൽ സന്തോഷത്തോടെ അവളെ നോക്കിക്കൊണ്ട് ശിവ പതിയെ അവളുടെ മാറിലേക്ക് ചാഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. മിത്ര അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. അതറിഞ്ഞ പോലെ ശിവ ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചു. തുടരും.